പ്രൈസ് ദി ലോർഡ്. നമ്മെ മറക്കാത്ത ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് യാതൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. പലരും മറന്നു കളഞ്ഞു, ഓർക്കാതെ പോകുന്നു എന്നോർത്ത് നിരാശപ്പെടേണ്ട. നാം ഒന്നോർത്തു കൊള്ളുക, നമ്മുടെ ദൈവമായ യഹോവ നമ്മെ ഒരു നാളും മറന്നു കളകയില്ല. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം നമുക്ക് വായിക്കാം. യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലേ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നുകളയുകയില്ല. പ്രിയ ദൈവമക്കളെ, ഇവിടെ യാക്കോബിനോട് ദൈവം പറയുന്നു, ഇത് ഓർത്തുകൊള്ളുക. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നു. ഒന്ന് നാം ഓർത്തുകൊള്ളണം. പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന പല കാര്യങ്ങളെ നാം ഓർത്തോർത്തോർത്തോർത്ത് ക്ഷീണിക്കുന്നവരാണ്. കർത്താവ് പറയുന്നു, ഇത് ഓർത്തുകൊള്ളുക. ഒരേ ഒരു കാര്യം ഓർത്തുകൊള്ളുക. എന്താണ് ഓർക്കേണ്ടത്? നീ എൻ്റെ ദാസനല്ലോ. അതെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. യേശു കർത്താവ് രക്തം നൽകി നമ്മെ വീണ്ടെടുത്തതാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്. അതെ, ഞാൻ നിന്നെ നിർമ്മിച്ചു. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ അറിയുന്നതിന് മുൻപേ നമ്മുടെ ഓരോ അവയവങ്ങളെയും നിർമ്മിച്ച കർത്താവ്, നമ്മെ കണ്ട ദൈവം, നമ്മെ പേർ ചൊല്ലി വിളിച്ച കർത്താവ്, നമ്മുടെ ഓരോ അസ്ഥികളെയും മെനഞ്ഞ ദൈവം നമ്മോട് കൂടെയുണ്ട്. വീണ്ടും കർത്താവ് പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, നീ എൻ്റെ ദാസൻ തന്നെ. അതെ, പലപ്പോഴും ആമേ സ്തോത്രം, പല വാഗ്ദാനങ്ങൾ പലരും നമ്മോടും ചെയ്തിട്ടുണ്ട്. ആമേ സ്തോത്രം, നീ എനിക്ക് പ്രിയപ്പെട്ടവളാ, പ്രിയപ്പെട്ടവനാ. ആമേ സ്തോത്രം, ഒരു നാളും ഒരിക്കലും മറക്കുകയില്ല. ആമേ സ്തോത്രം എന്നൊക്കെ പലരും പല വാഗ്ദാനങ്ങൾ നമ്മോട് പറഞ്ഞു കാണും. എന്നാൽ അതൊക്കെ മാറിപ്പോയേക്കാം. കർത്താവ് ഉറപ്പിച്ചു പറയുന്നു, നീ എൻ്റെ ദാസൻ തന്നെ. ആ വാക്കിന് ഒരു നാളും മാറ്റം വരികയില്ല. കാരണം യഹോവയായ ദൈവം മാറാത്തവൻ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. അത് യാക്കോബിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സമയത്ത് തൻ്റെ ഭവനം വിട്ട് താൻ ഏകനായി പുറപ്പെട്ട് കടന്നു വരുമ്പോൾ ഒന്നാമത് താൻ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം താൻ അനുഭവിച്ചു. രണ്ടാമത് ലാബാൻ, തൻ്റെ അമ്മയുടെ സഹോദരൻ, തന്നെ തൻ്റെ ഭവനത്തിൽ ചേർത്തുകൊണ്ടു. ഒരിക്കൽ യാക്കോബിനെ കരുതി, സ്നേഹിച്ചു, എല്ലാം ചെയ്തു. എന്നാൽ കുറേ ദിവസം ചെന്ന ശേഷം തനിക്ക് കൊടുക്കേണ്ട ശമ്പളം പോലും 10 പ്രാവശ്യം മാറ്റിവെച്ചു എന്ന് യാക്കോബ് പറയുന്നതായി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും. അതേ, ഒരു സമയത്ത് നമ്മെ ചേർത്ത് നിർത്തിയവർ, ഒരു സമയത്ത് നമ്മെ ഓർത്തവർ, നമ്മെ മറന്നു കളഞ്ഞെന്ന് വരാം, നമ്മെ അകറ്റി നിർത്തിയെന്ന് വരാം. എന്നാൽ അതോർത്ത് നാം ഭാരപ്പെടേണ്ട. അന്നും ഇന്നും എന്നും നമ്മെ വിളിച്ച ദൈവം, നമ്മോട് സംസാരിച്ച ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. താൽക്കാലികമായ ആ സ്നേഹം മാറിപ്പോയാലും അന്ന് ഏകനായി കടന്നു വന്നപ്പോൾ, ആ കല്ല് തലയണയായി വെച്ച് കിടന്നപ്പോൾ അവിടെ ഇറങ്ങിയ ദൈവ സാന്നിധ്യം യാക്കോബിനോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. തക്ക സമയമായപ്പോൾ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് സകല അനുഗ്രഹങ്ങളോടെ മടങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചു. അതുമുതൽ യാക്കോബിൻ്റെ ചരിത്രം മാറി, തൻ്റെ പേര് മാറ്റി, തൻ്റെ അവസ്ഥകൾക്ക് സ്തുതികൾക്ക് ദൈവം വ്യത്യാസം നൽകി. പലരുടെയും കണക്കുകൂട്ടലുകൾക്കും ചിന്തയ്ക്കും അപ്പുറമായി ദൈവം യാക്കോബിനെ ഇസ്രായേലായി മാറ്റി അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മയും കർത്താവ് അനുഗ്രഹിക്കും. യഹോവ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ ഒരു നാളും മറന്നു കളയുകയില്ല. ഇത് നാം എപ്പോഴും ഓർത്തുകൊള്ളുക. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്.
ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പ്രിയ മക്കളാണ് കർത്താവ്. അങ്ങ് ഞങ്ങളെ ഒരു നാളും മറക്കാത്ത കർത്താവാണ്. അതെ, ഒരു നാൾ ഞങ്ങളെ കൈവിടാതെ ഉപേക്ഷിക്കാതെ നടത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ അത് ഓർത്തുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിൽ സന്തോഷിച്ചു ജയത്തോടെ ജീവിതം നയിപ്പാൻ ദൈവം സഹായിച്ചാട്ടെ. കർത്താവ്, ഞങ്ങളെ മറക്കാത്ത ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് ഈ നാളുകളിൽ വെളിപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുപ്പാന പകൽക്കാലം എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Good morning. Have a peaceful day. May God bless you all.